ഇത് വന്നിട്ട് നമ്മുടെ കിച്ചൺ നൈഫിൻ്റെ ഒരു ഷാർപ്പനറാണ് കേട്ടോ. ഓക്കെ, നല്ല ഹാൻഡി ആയിട്ടുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഇതുപോലുള്ള ഷാർപ്പനർ വാങ്ങിയത് നമ്മുടെ ഈ വാളിൽ അറ്റാച്ച് ചെയ്തിട്ട് അതിൽ ഇങ്ങനെ വെച്ചിട്ട് കത്തി വെച്ചിട്ട് ഇങ്ങനെ വലിക്കാൻ പറ്റും. ആ ഒരു സാധനമാണ് വാങ്ങിയത്. പക്ഷേ അത് അത്രയും ഒരു രസമില്ല. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കത്തി വെച്ച് വലിക്കുന്ന സമയത്ത് ഇതങ്ങ് ഇളകിപ്പോവും. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണെങ്കിൽ നമുക്കിങ്ങനെ കയ്യിൽ പിടിച്ച് വെച്ചിട്ട് വലിക്കാം. അപ്പോൾ ഇതിൽ 3 സ്റ്റേജാണ് അവർ കൊടുത്തിട്ടുള്ളത്. ആദ്യം ഇങ്ങനെ ഷാർപ്പൻ ചെയ്യാനായിട്ടും, അടുത്ത് പ്രിപ്പ് ചെയ്യാനായിട്ടും, പിന്നെ അടുത്ത് ഫിനിഷ് ചെയ്യാനായിട്ടും, അങ്ങനെ 3 രീതിയിലുള്ള ഈ ഒരു സാധനമാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വെച്ചിട്ട് നമ്മൾ കത്തി ഇങ്ങനെ വെച്ചിട്ട് ഒരേ ഡയറക്ഷനിൽ വലിക്കുക, ഇങ്ങനെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ശരിക്കും ഒരു 3 കത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ അടുക്കളയിലൊക്കെ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഇത് സാധാ, ഇതൊന്ന് ഇരുമ്പ്, ഇത് ഉരുക്കാണ് കേട്ടോ. ഇത് ഉരുക്കും, ഇത് നമ്മുടെ സാധാ കത്തി. പക്ഷേ ഇത് ഫുള്ളില്ലാണ്ടായി നോക്കി, ഇതിൻ്റെ ഇതെല്ലാം എഡ്ജെല്ലാം ബ്ലെൻഡായി പോയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇത് 3 എണ്ണത്തിനെ നമ്മൾ ഇതിൽ വെച്ചൊന്ന് ഷാർപ്പൻ ചെയ്യുവാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ 3 കത്തിയുണ്ട്. 3 എണ്ണത്തിൻ്റെ മൂർച്ച നമുക്ക് നോക്കാനായിട്ട് ഞാൻ ഇപ്പോൾ ഇതൊരു നൊങ്കും ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൽ നോക്കി കണ്ടോ, ഇതിൽ വെട്ടത്തില്ല. ഇപ്പോൾ വെട്ട് വീണിട്ടുണ്ട്. കാരണം ഇതിൽ ചില സൈഡിൽ മൂർച്ചയുണ്ട്, ചിലയിടത്ത് മൂർച്ചയില്ല. അപ്പോൾ അതാണ് ആ വെട്ട് കൊള്ളാത്തത്. നോക്കിയേ കണ്ടോ, ഇത് ഇങ്ങനെ ആക്കിയിട്ട് ഇവിടെ എത്തിയപ്പോഴാണ് ആ മുറിവ് വീണത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ഷാർപ്പൻ ചെയ്യാം. അതിന് ശേഷം ഈ കത്തിയും കൂടെ നോക്കാം. പക്ഷേ ഇതിപ്പോൾ അത്യാവശ്യം മൂർച്ച ഉണ്ട് കേട്ടോ. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ തന്നെ ഗ്രൈൻഡിങ് വീൽ വെച്ച് ഒരു ദിവസം ഒന്ന് മൂർച്ച കൂട്ടി എടുത്തതാണ്. പക്ഷേ ഇതിപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ നൈസ്. അപ്പോൾ ഇത് വലിയ തിരക്കേടില്ലാണ്ട് ഇപ്പോഴും മൂർച്ചയുണ്ട്. എന്നാൽ നമുക്കത് കുറച്ചുകൂടെ മൂർച്ചയാവുമെന്നുള്ളൂ. ഈ കത്തിയാണെങ്കിൽ ഫുള്ള് പോയി നോക്കി. ഇത് ശരിക്കും മീൻ മുറിക്കുന്ന നല്ലൊരു അടിപൊളി കത്തിയായിരുന്നു. പണ്ടിവിടെ ജോലിക്ക് വന്നൊരു ചേച്ചി മീൻ മുറിക്കാൻ പറഞ്ഞപ്പോൾ ആ ഒരു വൈരാഗ്യത്തിൽ ചേച്ചി വേറെ എവിടെയൊക്കെ എടുത്തിട്ട് വെട്ടിയെന്നുണ്ടോ. അപ്പോൾ എന്തായാലും ആ സാധനം അങ്ങ് പോയി. ശരിക്കും നല്ല മൂർച്ചയുള്ള കത്തിയാണ്. പക്ഷേ അവിടെ ആയിട്ട് ഇതായിപ്പോയി. അപ്പോൾ അതിൻ്റെ കാര്യം നോക്കാം. അപ്പോൾ ഈ ഒരു നൊങ്കിൻ്റെയും കൂടെ ഒന്ന് മുറിച്ച് നോക്കട്ടെ. ഇത് ഭയങ്കര ഇത്തിരി ഹാർഡായിട്ടാണ് മുറിഞ്ഞു വരുന്നത് കണ്ടോ. ഇത് വെച്ച് മുറിക്കുമ്പോൾ ഇത്തിരി പാടാണ് കേട്ടോ. നമുക്കൊന്ന് ഇതാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി അതിനൊന്ന് മൂർച്ച കൂട്ടി വെക്കാം. ഇതിങ്ങനെ വളരെ സിമ്പിളാണ്. ഇതിങ്ങനെ പിടിച്ചിട്ടേ ഇതിൻ്റെ അറ്റമൊക്കെ നല്ലതുപോലെ ഇങ്ങനെ നല്ല ഇതായി വരുന്നുണ്ട് കേട്ടോ. സംഭവം കൊള്ളാം, സെറ്റാണ്. ഇത് നമുക്ക് ഈ ഷാർപ്പനിങ് ടൂൾ 251 രൂപയെ കോസ്റ്റ് വന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ 3 സ്റ്റേജാണ്. രണ്ടാമത്തെ സ്റ്റേജ് കഴിഞ്ഞു. ഇത് ലാസ്റ്റത്തത് 3rd സ്റ്റേജ്. സംഭവം നൈസായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഒന്നുകൂടെ ചെയ്യാം. ഓക്കെ, നൈസായിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ആദ്യം നൊങ്കൊന്ന് മുറിച്ച് നോക്കാം. നേരത്തേന്നും കുറേ കൂടെ ഈസി ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. നൊങ്ക് കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ? നമുക്ക് ഈ കത്തിയിലായിരുന്നു നേരത്തെ, അല്ല ടൊമാറ്റോയിൽ അരിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ മുറിയുന്നില്ലായിരുന്നു. നോക്കി സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. കൊള്ളാം കേട്ടോ, നൈസായിട്ടുണ്ട്. ഹായ് നോക്കി, നല്ല അടിപൊളിയായിട്ട് നൈസായിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ടൊമാറ്റോ അരിഞ്ഞത് ഇത് നോക്കി ഇങ്ങനെ നൈസായിട്ട് അരിയാൻ പറ്റുന്നില്ലല്ലോ. നമുക്കിനി ഇതിനെയും കൂടെ ഒന്ന് ഷാർപ്പൻ ചെയ്ത് നോക്കാം.
പക്ഷേ ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി നോക്കുമ്പോൾ ഇതെല്ലാം പ്ലാസ്റ്റിക്കാണ് കേട്ടോ. ഇവിടെയും ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെയും പ്ലാസ്റ്റിക് ഫൈബർ പോലത്തെ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ സ്റ്റീലിലൊക്കെ ഉള്ളത് ഞാൻ വില നോക്കിയാൽ 2000 രൂപയ്ക്ക് പുറത്താണ് കണ്ട കേട്ടോ. അതാണെങ്കിൽ കുറേ കൂടെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നുണ്ടാവും സാധനം. ഓക്കെ, എന്നാൽ ഇത് വെച്ചിട്ട് നമുക്കിതൊന്ന് അരിഞ്ഞു നോക്കാം. കൊള്ളാം കേട്ടോ, എന്തായാലും അടിപൊളി പ്രോഡക്റ്റ്. ഞാൻ ഇപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോറിയിലേക്ക് ആഡ് ചെയ്തേക്കാം. യൂട്യൂബിലാണെങ്കിൽ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് ഉണ്ടാവും. നോക്കി, ടൊമാറ്റോയൊക്കെ ഈസി ആയിട്ട് അരിഞ്ഞു പോകുന്നുണ്ട്. നോക്കിയോ, നേരത്തെ നിന്ന് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. നോക്കി, ഉണ്ടോ? കൊള്ളാം, സംഭവം അടിപൊളിയാണ്. അപ്പോൾ ഇനി നമുക്ക് ഏറ്റവും അലന്ന ഒരു കത്തിയുണ്ട്. നോക്കി, ഇതിന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നോ. പക്ഷേ ഇവിടെ എല്ലാം ഓൾറെഡി ഇങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം ഒഴിവാക്കിയിട്ട് നമുക്ക് ഇത്രയും ഭാഗം മാത്രം ഒന്ന് ക്ലിയർ ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ക്ലോസ് ആയിട്ട്. നോക്കി, കണ്ടോ, അവിടെ ആയിട്ട് ഇങ്ങനെ അകത്തേക്കൊക്കെ ആയിട്ട് മുറിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ശരിയാക്കാൻ പറ്റുമോ നോക്കാം. ഉണ്ടോ, കടകടകടാന്ന് ശബ്ദം കേൾക്കുന്നുണ്ടോ? ഇതിപ്പോൾ ഇന്ന് ഷാർപ്പനർ ചീത്തയാവുന്നുണ്ട്. കാരണം ഇത് ഫുള്ളായിട്ട് ഉണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെൻഡ് ആയിട്ടുണ്ട്. പക്ഷേ ഇത് സംഭവം നല്ലതുപോലെ ഷാർപ്പനാവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ഗ്രൈൻഡിങ് വീല് വെച്ചിട്ട് നമ്മൾ ഈ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്നതിനെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഇതിൽ വെച്ച് വലിച്ചാൽ ക്ലിയർ നല്ല അടിപൊളിയായിരിക്കും തോന്നുന്നുണ്ട് കേട്ടോ. ഓക്കെ, സംഭവം നല്ല കിടിലമായിട്ടുണ്ട്. നോക്കി, ഇതിൻ്റെ അറ്റത്ത് മാത്രം നല്ല പക്കയായിട്ട് ഇങ്ങനെ ഷാർപ്പനായി വന്നിട്ടുണ്ട്. ഞാൻ നോക്കി ഇങ്ങനെ അരിഞ്ഞ് കാണിച്ചു തരാം. നോക്കി, കണ്ട, ഇതിൻ്റെ എല്ലാം ബ്ലെൻഡാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിലെല്ലാം നല്ല അടിപൊളിയായിട്ട് ഷാർപ്പനായിട്ടുണ്ട്. കണ്ട, കൊള്ളാം. അപ്പോൾ സംഭവം നല്ലൊരു അടിപൊളി പ്രോഡക്റ്റാണ്. അത് താല്പര്യമുള്ളവർക്ക് നമ്മളിതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, അതുപോലെ നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിൽ സ്റ്റോറിയിൽ ഞാൻ ഇട്ടേക്കാം കേട്ടോ. ഈ കമ്പനിയുടെ പേര് ഫ്ലൈയിങ് ഗോ. ഇതുപോലത്തെ സെയിം സാധനം തന്നെ കുറേ എണ്ണം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതിലൊന്ന് സെലക്ട് ചെയ്ത് അങ്ങ് വാങ്ങിയതാണ്. നോക്കി,